ഈ നിസ്സാര കാര്യത്തിൽ ഇങ്ങനെ ടെൻഷൻ ആവല്ലേ. എന്തായാലും അരവിന്ദന്റെയും ചാരുവിന്റെയും കല്യാണം നടന്നിരിക്കും. ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. ഞാൻ ഒരു പ്രൊജക്ട് ചെയ്തോണ്ടിരിക്കാം. ശരി ശരി. ആ വീടിന്റെ പടി ചവിട്ടില്ലെന്ന് ഞാൻ പലവട്ടം തീരുമാനിച്ചതാ. ഇത്തവണയും പതുപോലെ ശാന്തപ്പം നാണം കിട്ടും. ചിറ്റപ്പ, ഇതൊരു നാണക്കേടല്ലെന്ന്. നമ്മൾ മാന്യമായി ക്ഷണിച്ച് അവര് വരുന്നതോ വരാതിരിക്കോ ചെയ്യട്ടെ, അത് അവരുടെ ഇഷ്ടമല്ലേ. എന്റെ ചാരുവിനെ വിഷമിപ്പിക്കരുത് മാത്രമേ എനിക്കുള്ളൂ. എന്റെ ചാരു എന്തേ? എന്റെ ചാരു വിഷമിക്കാൻ പാടില്ല. അപ്പൊ എന്റെ വിഷമോ? ചിറ്റപ്പ, ചാരു എന്റെ ആയി കഴിഞ്ഞാ എല്ലാവരുടെയും എല്ലാ വിഷമങ്ങളും മാറില്ലേ? നിശ്ചയം കഴിഞ്ഞ ഒത്ത 10 മുമ്പ് രണ്ടിന്റെ കല്യാണം അങ്ങ് നടത്തിയേക്കണം. ആ ഡേറ്റ് ഒന്ന് പറയായിരുന്നെങ്കിലേ എനിക്കും ചാരുവിനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യായിരുന്നു. അതായിക്കോട്ടെ, നീ പോകുന്നതിന് മുമ്പ് ചില കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനുണ്ടല്ലോ. അത് മനസ്സിലായി ചിറ്റപ്പ. ഈ വീടിന്റെ സ്ഥലത്തിന്റെ കാര്യമല്ലേ? കല്യാണം കഴിഞ്ഞ് 2 ദിവസത്തിനുള്ളിൽ പേപ്പർ എല്ലാം ശരിയാക്കി ഉടനെ തന്നെ രജിസ്ട്രേഷൻ നടത്താം. ഇതൊക്കെ ചാരു സമ്മതിക്കൂ? കെട്ട് കഴിഞ്ഞാ പിന്നെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഞാനല്ലേ. അവളുടെ കെട്ടിയവനെ ഞാനല്ലേ അവകാശി. ഞാനതങ്ങ് എഴുതി തരില്ലേ? ആണുങ്ങളായ ഇങ്ങനെ വേണം, ഇങ്ങനെ. അല്ലാതെ ഇതുപോലെ ആവരുത് കുഞ്ഞോള്. അത് വിട്. നാളെ തന്നെ കല്യാണത്തിന് ഡ്രസ് എടുക്കാൻ പോണം. ആലപ്പുഴ മുല്ലക്കര. അവളുടെ കുമ്മാവന്റെ വീട്ടിൽ നിന്ന് വരാൻ പറഞ്ഞിട്ടുണ്ട്. വരുന്നെങ്കി വരട്ടെ, വന്നില്ലെങ്കിൽ വളരെ ഉപകാരം. കുഞ്ഞോളെ, അപ്പൊ സ്വർണ്ണം എടുക്കണ്ടേടി? പിന്നെ എടുക്കണ്ടേ? ബാബുക്കുട്ടന്റെ അന്തസ്സിന് ചേർന്ന രീതി തന്നെ വേണം സ്വർണ്ണം എടുക്കാൻ. ഞാനൊരു 12 പവന്റെ താലിമാല പറഞ്ഞു വെച്ചിട്ടുണ്ട്. എത്ര? ഒരു 12 പവന്റെ താലിമാല.